ഹൃദയത്തിന്റെ നന്മയും തിന്മയും അനുസരിച്ച് മുഖഭാവത്തിൽ മാറ്റം വരും. പ്രസന്നവദനം ഹൃദയ സന്തുഷ്ടിയെ വെളിപ്പെടുത്തുന്നു. ആഴമേറിയ ചിന്തയിൽ നിന്നാണ് സുഭാഷിതങ്ങൾ രൂപം കൊള്ളുക. സ്വാഗതം. ഇത് കനൽ വഴികളിൽ. ആകെയുള്ള നമ്മുടെ ഈ ഏക ജീവിതത്തിൽ ലാഭനഷ്ട കണക്കെടുത്താൽ പകുതിയിലേറെയും നഷ്ടമായിരിക്കും എന്ന് നമുക്ക് ബോധ്യപ്പെടും. എന്നാൽ ലാഭത്തിന്റെ മനക്കണക്കെടുത്താൽ നഷ്ടമോ തുച്ഛം. ഒടുവിൽ നാം സമ്പാദിച്ച നാണയത്തുട്ടുകൾ തന്നെ നമുക്ക് മേലേക്ക് പൊഴിയും. അപ്പോൾ ജീവിതം അവസാനിച്ചിരിക്കും. ലാഭമായി പിന്നെ എന്തുണ്ട് ബാക്കി? തേടുന്നു ഞാൻ ഈ യാത്രയിൽ. ആലുവ പുഴയുടെ തീരത്ത് നിന്ന് കളകൾ ഒഴുകുന്ന ഓളപ്പരപ്പിലേക്ക് ഇരുകാലുകളും ഇറക്കി വെച്ച് ആ സ്നേഹസ്പർശം കൊതിക്കാത്തവരായി ആരാണ് ഇല്ലാത്തത്? എത്രയൊക്കെ തിരക്കാണെങ്കിലും ഓളവും തീരവും മനുഷ്യ മനസ്സിന്റെ സ്പന്ദനമാണ്. ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് ആലുവയിലാണ്. എറണാകുളം നഗരത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ വടക്ക് കിഴക്കേ അതിരാണ് ആലുവ. റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, ഇപ്പോൾ മെട്രോയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഇങ്ങനെ യാത്രാ സൗകര്യങ്ങൾ നിരവധിയുണ്ട്. ഇതിന്റെ അടുത്ത പ്രദേശമാണ് തൈക്കാട്ടുകര. ഇവിടെ ആലുവ പുഴയോട് ലോഹ്യം ചേർന്ന് ഒരു ധീര വ്യക്തിയെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നു. രാധാകൃഷ്ണൻ. നമസ്കാരം രാധാകൃഷ്ണൻ സാർ ആൻഡ് ഫാമിലി. നമുക്ക് എല്ലാരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. സന്ധ്യ. നമസ്കാരം. മക്കള് ആതിര, അനന്തകൃഷ്ണൻ. അപ്പൊ സാർ നമുക്ക് വിശേഷങ്ങളൊക്കെ പറയാം, സാറിന്റെ കാര്യങ്ങളൊക്കെ കേൾക്കാം. ചെല്ലാം. മഹാഭാരതത്തിന്റെ ഏടുകളിൽ ഏകലവ്യനെ കുറിച്ച് ഒരു അധ്യായമുണ്ട്. തന്റെ ആത്മഗുരുവായ ദ്രോണാചാര്യരെ ധിക്കരിച്ചതിന് വലത് കൈയുടെ തള്ളവിരൽ ഗുരുദക്ഷിണയായി നൽകിയ ധീരനായ യോദ്ധാവ്. ഇവിടെ ജന്മനാ തന്നെ വലത് കൈയുടെ ചലനശേഷി നഷ്ടമായ, അഥവാ ജീവിതത്തിന് പകരം ആ കൈയുടെ ചലനശേഷി ഇല്ലാതായിടത്താണ് താങ്കൾ ആലുവപ്പുഴയോട് ഒരു പോരിന് ഇറങ്ങിയത്. അതും ഈ 51-ാം വയസ്സിൽ. ആ ഒരു നേട്ടം വിവരിക്കാമോ? സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇത് നേടിയത്. പിന്നെ ചെറുപ്പം മുതൽ നീന്തുക എന്നുള്ളതൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു. കൂട്ടുകാരൊക്കെ ഒത്ത് പുഴയിൽ പോകുമ്പോൾ ഞാൻ കരയിലിരിക്കും. അപ്പൊ ഫ്രണ്ട്സൊക്കെ നീന്തി അങ്ങോട്ട് പോകും. അപ്പൊ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഇവർക്കും ഞാനിങ്ങനെ ഇരിക്കണ കണ്ടിട്ട് ഒരു വിഷമം തോന്നിട്ട് അവരെന്നോട് പറഞ്ഞു, നമുക്ക് വാഴത്തട കൊണ്ടുവരാം. ഒരു വാഴത്തടയില് അവർ കയറ് കെട്ടി അവർ വലിച്ചു നീന്തുമ്പോ ഞാൻ ആ വാഴയമ്മ കിടന്ന് അക്കരെ പോകുമായിരുന്നു. അങ്ങനെ ഈ നീന്തല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാൻ വേണ്ടി ആശാന്റെ അടുത്ത് കഴിഞ്ഞ വർഷം ഞാൻ ചെന്നു. ആശാൻ ശരിക്കും എന്നെ നീന്താൻ പുഴയിലേക്ക് ഇറക്കിയില്ല. 3 ദിവസം ആശാൻ ഇറക്കിയില്ല എന്നുള്ളതാണ് സത്യം. ആശാന്റെ സിസ്റ്റം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഴുത്തിന് നമ്മൾ നിന്നോണ്ട് കരയിലേക്കാണ് നീന്തുന്നത്. അപ്പൊ ഒരിക്കലും നമുക്കൊരു അപകടം വരാൻ സാധ്യതയില്ല. പക്ഷെ അന്നൊക്കെ നീന്തിയിരുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും ഈ കാല് നിലത്ത് കുത്തുന്നോണ്ട് ഇവരുടെ കാല് വെച്ച് ചവിട്ടുമായിരുന്നു. നീന്തൽ അറിയില്ല. സത്യത്തിൽ ഈ തവണയാണ് നീന്തൽ വ്യക്തമായി ഞാൻ പഠിച്ചത്. ഈ 2 കൈയും ആൾക്കാർ ഇങ്ങനെ ബാലൻസ് ചെയ്യുമ്പോൾ ഞാൻ ഈ ഒരു കൈ വെച്ച് കിടക്കുമ്പോ കമന്നു പോയിരുന്നു, ചരിഞ്ഞു പോയിരുന്നു. ബോഡിയുടെ ബാലൻസ് ചെയ്യാൻ പറ്റിയിരുന്നു. ആ സമയം 1-2 കാര്യങ്ങൾ പറഞ്ഞു തരുമായിരുന്നു. ഈ 2 കൈക്ക് നമുക്ക് സ്വാധീനമുള്ളവരോട് 2 കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കാൻ പറയും. വൈകുന്നേരങ്ങളിൽ 1/2 മണിക്കൂർ ഇങ്ങനെ കാണിക്കാൻ പറയുമായിരുന്നു. ഞാനത് വീട്ടിൽ വന്നിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഇല്ലാത്ത സമയത്ത് ഞാൻ ഇങ്ങനെ കാണിക്കുമായിരുന്നു. ഇതെങ്ങനെയെങ്കിലും ഒന്ന് പഠിച്ചെടുക്കാം. അങ്ങനെ ഒരു 7-8 ദിവസം കഴിഞ്ഞു കഴിഞ്ഞപ്പോ എന്റെ ബോഡി എനിക്ക് ബാലൻസ് ചെയ്യാൻ പറ്റി. അന്ന് 1/2 മണിക്കൂറിന് വേണ്ടി ഞാൻ ശ്രമിച്ച് അന്ന് 1 മണിക്കൂർ എനിക്ക് നിൽക്കാൻ കഴിഞ്ഞു. അങ്ങനെ കഴിഞ്ഞതിന് ശേഷം ആശാൻ പറഞ്ഞു, 6 ദിവസം 1.5 മണിക്കൂർ നീന്തി അങ്ങനെ തുഴഞ്ഞു കിടക്കുകയാണെങ്കിൽ അക്കരയ്ക്ക് പോകാം. പിറ്റേ ദിവസം എന്റെ ഓടാണ്. സത്യത്തിൽ ഉറങ്ങിയില്ല. പിന്നെ ഞാൻ നീന്തിയെന്ന് വെച്ചാൽ ഒറ്റ ടൈമില് ഫ്രണ്ടിലേക്കും പിന്നെ മലർന്നും കിടന്നാണ് നീന്തിയത്. അപ്പൊ ആദ്യമുള്ള ആ സ്ട്രെയിൻ ചെയ്യണ ഭാഗത്ത് നന്നായിട്ട് സ്ട്രെയിൻ ചെയ്തതിന് ശേഷം മലർന്ന് നീന്തിയപ്പോൾ അല്പം റിലാക്സ് ചെയ്ത് നീന്തി. എന്നാൽ പോലും ആശാൻ
എന്നോട് പറഞ്ഞു നീ വേഗം നീന്തിക്കോ, കംഫർട്ടാണോ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിച്ച് ശരിക്കും പറയുകയാണെങ്കിൽ പിറ്റേ ദിവസം നീന്തി കിടന്ന സമയം എന്ന് പറയുന്നത് വെറും 20 മിനിറ്റാണ്. കളമശ്ശേരി സെയിന്റ് പോൾസിൽ താങ്കൾ ഒരു 86-87 കാലയളവിലാണ് ബികോമിന് പഠിക്കുന്നത്. അന്ന് അവിടെ വെച്ച് താങ്കൾ യൂണിയൻ ചെയർമാനൊക്കെ ആയിരുന്നു. കഥാപ്രസംഗം, ഏകാംഗ നാടകം, അതുപോലെ 89-ലെ ബെസ്റ്റ് ആക്ടർ, അങ്ങനെ ധാരാളം അച്ചീവ്മെന്റ്സ്. ഇന്ന് താങ്കൾ ആലുവ താലൂക്ക് ഓഫീസിൽ സീനിയർ ക്ലർക്ക്, അവിടെയുമുണ്ട് കുറെ കലാപരിപാടികൾ. അതിന്റെ ഇടയിൽ ഫിലിം ആക്ടിംഗ്, ഡ്രൈവിംഗ് എല്ലാം. ശരിക്കും ഇടത്തെ കൈയാണ് താങ്കളുടെ ജീവിതത്തിൽ നയിക്കുന്നത്, അത് വലത്തെ കൈയോ? എന്നെ നയിക്കുന്നത് ഇടത്തെ കൈ തന്നെയാണ്. സ്വന്തം ജന്മം ജനിച്ചത് ആലുവ തന്നെയാണ്. നാരായണക്കുറുപ്പ് ശ്രീ രാധമ്മ തുരുത്തിമഠത്തിൽ മകനായിട്ട് ഏഴാമത്തെ മോനാണ് ഞാൻ. ഞങ്ങൾ മൊത്തം 8 മക്കളാണ്. ഞാൻ പഠിച്ചതൊക്കെ ഇവിടെ സ്റ്റാൻഡേർഡ് പോർട്ടറീസിലാണ്. ആ ഫാദറും മദറൊക്കെ നേരത്തെ മരിച്ചു. അപ്പൊ ഈ നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു പക്ഷെ ഈ ഒരു റൈറ്റ് ഹാൻഡ് നമുക്ക് ബലം കുറഞ്ഞൊരവസ്ഥയാണല്ലോ. അപ്പൊ ആ ഒരു ടൈമിലൊക്കെ എങ്ങനെയായിരുന്നു കുട്ടികളായിട്ട്? ഒരു പ്രത്യേക കെയർ. സ്കൂളിൽ മാത്രമല്ല, വീട്ടിലും നമ്മൾ നാട്ടുകാരാണെങ്കിലും അവന് കൈക്ക് സൂല, എന്തെങ്കിലും ഒരു സംഭവമൊക്കെ നമ്മൾ എടുത്താൽ നീ വേണ്ട, നീ ഒന്നും ചെയ്യണ്ട, മാറി നിൽക്കെന്ന് പറയുന്നത് പണ്ട് ചെറുപ്പം മുതലേ അങ്ങനെ ഒരു നമ്മളോട് ഓരോന്ന് ചെയ്യിപ്പിക്കാതെ ഇരിക്കുന്ന സംഭവമൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ സിമ്പതി നമ്മളോട് എനിക്ക് താല്പര്യം, നമുക്ക് ഒരു വിഷമമല്ല. എനിക്ക് അതിനോട് അത് ഇഷ്ടമല്ല. വലിയ സിമ്പതി ഒന്നും വേണ്ട, അത് നമ്മൾ ആഗ്രഹിക്കുന്നുമില്ല. അപ്പൊ അങ്ങനെ ഇത് ചെറുപ്പം മുതലേ അങ്ങനെ ഇതുണ്ടായി. പിന്നെ ഞാൻ കോളേജിൽ പഠിച്ചു. കോളേജിൽ ചേർന്ന സമയത്ത് ഫസ്റ്റ് ഇയർ ഈ ഒരു കൈയുടെ പ്രോബ്ലം ഫ്രം ബർത്ത് ഉള്ള ഒരു ജനിച്ചപ്പോഴാണ്. നമുക്ക് എന്താണ് ശരിക്കും ജനിച്ച സമയത്ത് അന്നത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 65-ലാണ്. അപ്പൊ അന്നൊന്നും ഇത്ര അഡ്വാൻസ്ഡ് ഒന്നും അല്ല. ആ സമയത്ത് പ്രസവിച്ച സമയത്ത് നമ്മളെ ആ എടുത്തപ്പോ ഉണ്ടായിരുന്ന ഒരു അതുകൊണ്ട് അവരെ എടുക്കുന്നതിലുണ്ടായിരുന്ന ഒരു പ്രോബ്ലം കൊണ്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഇതെന്തെങ്കിലും നമുക്ക് കറക്ഷൻ ചെയ്യാൻ പറ്റും? അത് അന്നത്തെ കാലത്തൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ ചികിത്സയൊക്കെ മോഡേൺ അല്ല ചികിത്സ നടത്തിയിരുന്നു. പിന്നെ ഈ കൈ ഇങ്ങനെ ഒരു സൈഡിലേക്ക് മാത്രം ഇങ്ങനെ കിടന്നിരുന്നതാണ്. അത് അങ്ങോട്ടും കൂടെ അനങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ എടുത്തിങ്ങനെ വെക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. പിന്നെ എപ്പോഴും ഈ ഒരു മനസ്സിന്റെ ധൈര്യം ചെറുതിലെ മുതലുള്ളൊരു മുതൽക്കൂട്ടാണ്. ധൈര്യമല്ല, ശരിക്കും ഇങ്ങനെയുള്ളത് കൊണ്ട് നമുക്കൊരു കുറവ് ആണ് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയൊക്കെ കിടക്കുന്നത്. അപ്പൊ ഞാൻ ഈ ഫുൾ കൈ ഷർട്ട് ഇടുകയുള്ളൂ. ഷർട്ട് ഇട്ട് കഴിഞ്ഞ് കൈ ഞാൻ പോക്കറ്റിൽ ഇടുകയുള്ളൂ, ഇട്ടേ നടക്കുള്ളൂ. ഹാഫ് കൈ ഷർട്ട് ഉപയോഗിക്കില്ല. പിന്നെ ഈ കൈക്ക് വൈകല്യമുണ്ട്. സത്യസന്ധമായി പറയുകയാണെങ്കിൽ കൈക്ക് വൈകല്യം ഉണ്ടെങ്കിലും എന്നോട് കൂടെ ചേർന്ന സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ എന്റെ ആ പ്രവർത്തനം, ഞാനിപ്പോ കോളേജിലാണെങ്കിൽ പോലും എന്റെ കോളേജിൽ പഠിച്ച സമയത്ത് 2 വർഷം ഒരുമിച്ച് പോയ ഒരുത്തൻ 2ാമത്തെ വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ചോദിക്കുന്നത് ഇതിന്റെ കൈക്കിൽ എന്താ പറ്റിയെന്ന് ചോദിക്കുന്നത്. 2 വർഷം നമ്മളുടെ ബാക്കി ബോഡി എല്ലാം ആക്റ്റീവാണ്. അതുകൊണ്ട് പിന്നെ ഇതിനകത്ത് ഒതുങ്ങി നിൽക്കാനൊന്നും ഞാൻ ശ്രമിച്ചു. പക്ഷെ എന്നാലും സാധാരണ ഒരു മെജോറിറ്റി ആളുകൾക്കും റൈറ്റ് ഹാൻഡ് ആണ് അവരുടെ ബലം, അല്ലെ? താങ്കൾക്ക് ആ കൈയാണ് ബലമില്ലാത്തൊരവസ്ഥ. അങ്ങനെയുള്ള താങ്കൾ ഒരു പ്രൊമിനന്റ് ആയിട്ടുള്ള കോളേജിലെ യൂണിയൻ ചെയർമാൻ ആവുക, അവിടുത്തെ പ്രവർത്തനങ്ങൾ നയിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കതൊരു വളരെ അതിശയമായി തോന്നി. അങ്ങനെ മഹാരാജാസ് ഈവനിംഗ് കോളേജിലാണ് ഫസ്റ്റ് ഹിസ്റ്ററിക്ക് ചേരുന്നത്. ഡിഗ്രി ചേരുന്നത് അവിടെ നിന്നാണ്. അപ്പൊ അതിനകത്ത് വേറൊരു പ്രോബ്ലം ഉണ്ടായത്, അതേസമയം ചേർന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ബികോമിന് അവിടെ തന്നെ അഡ്മിഷൻ കിട്ടി. ആ സമയത്ത് അവിടെ മഹാരാജാസിന്റെ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SFIക്കാർ മാത്രം ഉള്ള സമയമാണ്. ആ സമയത്ത് ഞാൻ അവിടെ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ട് KSUവിന്റെ പാനലിൽ മത്സരിച്ചു. അങ്ങനെ അവിടെ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയി. അന്ന് ആർട്ടിസ്റ്റ് നമ്പൂതിരി കൊണ്ട്, പ്രശസ്ത ചിത്രകാരൻ, കാർട്ടൂണിസ്റ്റ്, അദ്ദേഹത്തെ കൊണ്ട് ആർട്സ് ക്ലബിന്റെ ഇനോഗ്രേഷൻ നടത്തി. അതിനുശേഷം കോളേജിൽ രാഷ്ട്രീയപരമായ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് പിന്നെ കോളേജിൽ പഠിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. അവിടുന്ന് നേരെ തിരിച്ച് വന്നത് സെന്റ് പോൾസ് കോളേജിലേക്കാണ്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും നമ്മുടെ ഈ ഓരോ കാര്യങ്ങളിലുള്ള ഇടപെടലും അതുമെല്ലാം കണ്ട് പിന്നത്താണ് നറുക്ക് വീണത് അവിടുത്തെ മാഗസിൻ എഡിറ്ററായിട്ട് മത്സരിക്കാനാണ്. അപ്പോ അവിടെ മാഗസിൻ എഡിറ്ററായിട്ട് മത്സരിക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ ഇന്നത്തെ MP രാജീവ് ഒക്കെ അവിടുത്തെ UEC കൗൺസിലറായിരുന്നു സെന്റ് പോൾസ് കോളേജ്. പിന്നെ കളമശ്ശേരി ചെയർമാൻ ജമാൽ മണക്കാടൻ അവിടുത്തെ UEC ആണ്. അങ്ങനെ അവിടെ ഏറ്റവും ഭൂരിപക്ഷത്തോടുകൂടി വൈകി ഞാൻ ആ ഒരു കോളേജിൽ, പുതിയൊരു കോളേജിലേക്ക് ചെന്ന ആളാണെങ്കിൽ അപ്പൊ ഇന്റർ കോളേജായിട്ട് ട്രാൻസ്ഫർ വാങ്ങിയാണ് സെന്റ് പോൾസിൽ ചെല്ലുന്നത്. സെന്റ് പോൾസിൽ ചെന്ന് ഏറ്റവും കൂടുതൽ വോട്ടോട് കൂടിയിട്ട് അന്ന് അവിടെ മാഗസിൻ എഡിറ്ററായിട്ട് ജയിച്ചു. ശരിക്കും അതൊരു പേഴ്സണൽ ക്യാരക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ മാഗസിൻ എഡിറ്ററായിട്ട് വിജയിച്ചപ്പോ ഉറപ്പിച്ചു അടുത്ത വർഷം ഞങ്ങളുടെ ചെയർമാൻ രാധാകൃഷ്ണനാണ്
എന്നുള്ള രീതിയിൽ അവിടെ നല്ല മത്സരമായിരുന്നു, ടൈറ്റ് മത്സരമായിരുന്നു. അങ്ങനെ അവിടുത്തെ സെന്റ് പോൾസ് കോളേജിന്റെ KSUവിന്റെ ചെയർമാനായിട്ട് വിജയിച്ചു. അവിടെ ഈ അഭിനയം എന്നൊരു ആഗ്രഹം അവിടെ കഥാപ്രസംഗമായിരുന്നു ആ സമയത്ത്. യൂണിവേഴ്സിറ്റി, ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ഇന്നത്തെ MLA ഒക്കെ ആയിരുന്ന VD സതീശൻ സാറൊക്കെ അന്ന് യൂണിവേഴ്സിറ്റി യൂണിയൻ ഇതായിരുന്നു, കൗൺസിലറായിരുന്നു. യൂണിവേഴ്സിറ്റി തലത്തിൽ മത്സരം നടക്കുമ്പോൾ അന്ന് കഥാപ്രസംഗത്തിന് സമ്മാനം ലഭിച്ചു. അതിനുശേഷമാണ് നാടകങ്ങൾ കോളേജ് വിട്ടു വന്നിട്ട് അമേച്ചർ നാടക മത്സരങ്ങളിൽ അങ്ങനെ പോവുകയും ഏറ്റവും നല്ല നടന് ഇത് കിട്ടിയത് എടപ്പള്ളി നാടക നാട്യഗ്രഹം ഇന്ദുകുമാർ രചിച്ച ഒരു ഏകലവ്യൻ എന്ന് പറഞ്ഞ നാടകത്തില് ഒരു പഠിച്ച് ഒരു പൊട്ടനായ ഒരു ഭ്രാന്തന്റെ ഒരു വേഷമാണ് ചെയ്യാൻ കഴിഞ്ഞത്. അഭിനയം ഇന്നും തുടരുന്നു അല്ലെ? കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അതുണ്ട്. ശരിക്കും ആദ്യം എനിക്കൊരു അവസരം കിട്ടിയത് ദിലീപിന്റെ കൂടെയാണ്. അന്ന് സൗണ്ട് തോമയില് അഭിനയിക്കാൻ കഴിഞ്ഞു. മറ്റു സിനിമകൾ മുത്തശ്ശികഥയാണ്. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ റിലീസ് ആവാൻ ഒരു സിനിമയുണ്ട്, ലോലൻസ് എന്നാണ് ആ സിനിമയുടെ പേര്. അതിനകത്തൊരു അധ്യാപകന്റെ വേഷമാണ് ചെയ്തത്. പിന്നീട് ജീവിതത്തിൽ ഒരു പ്രൊഫഷണൽ വർക്കിംഗ് എൻവയൺമെന്റ് വരുന്നത് താങ്കൾ ഒരു ഗവൺമെന്റ് എംപ്ലോയി ആയപ്പോഴാണ് അല്ലെ? അതെ. പക്ഷെ അത് ജോലി കിട്ടുന്നതിന് മുൻപ്, സർക്കാർ ജോലി കിട്ടുന്നതിന് മുൻപ് ഞാൻ അങ്കമാലി മുനിസിപ്പാലിറ്റിയിലാണ് വർക്ക് ചെയ്തത്. ഡെയിലി വേജ് ആയിട്ട് ഏകദേശം ഒരു 6-6.5 വർഷം ജീവിതത്തിൽ ശരിക്കും നല്ല നമ്മുടെ ഒരു കഷ്ടപ്പാടിന്റെ ഒക്കെ സമയം എന്ന് പറയുന്നത് അതായിരുന്നു. അപ്പൊ ഒരു അന്ന് 140 രൂപ ശമ്പളത്തില് 6.5 വർഷം ജോലി ചെയ്തു. 2007 എനിക്ക് സർക്കാർ ജോലി കിട്ടി. ഞാൻ ജോലിയിൽ പ്രവേശിച്ചത് കണയന്നൂരാണ്. അങ്ങനെ ആലുവയിലേക്ക് വന്നു. അതിനുശേഷം വിവാഹം നടന്നത് 97ലാണ് വിവാഹം നടന്നത്. എതിർ വീട്ടിൽ നമ്മൾ കല്യാണം ആലോചിക്കുമ്പോൾ ആളുകളൊക്കെ വന്നിട്ട് പെണ്ണിനെയാണ് ഇന്റർവ്യൂ ചെയ്യണം. എന്റെ ഈ കൈയുടെ പ്രശ്നം കൊണ്ട് അവരൊക്കെ എന്നെ വന്ന് ഇന്റർവ്യൂ ചെയ്ത നിശ്ചയിച്ചതിന് 2 ദിവസം മുൻപ് വന്നിട്ട് പറയാണ് അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതിനകത്തെ റീസൺ എന്താന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു കൈ സുഖമില്ലാത്ത ഒരാള് അത്ര ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട് താലി കെട്ടു. അവര് ന്യായമായ സംശയം. രണ്ടാമത്തെ സംശയം, കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ ആ കുട്ടികൾക്കും ഇങ്ങനത്തെ ഒരു എന്നായിരുന്നു. അന്ന് മുടങ്ങാമായിരുന്ന ആ കല്യാണത്തിലെ നായിക സന്ധ്യ ഇന്നും കൂടെയുണ്ട്. അന്ന് എന്തായിരുന്നു ആ ഒരു കൺഫ്യൂഷൻ? വിളിച്ച് മുമ്പ് എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു പരിചയക്കാരനുണ്ട്, നല്ലൊരു മനുഷ്യനാണ്, എല്ലാം കൊണ്ട് നല്ലതാണ്. പിന്നെ കൈക്ക് കുറച്ച് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ അന്ന് ഡിഗ്രി കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കല്യാണം ഇപ്പൊ കഴിക്കില്ല, 10-20 ദിവസം ജോലിയൊക്കെ ആയിട്ടേ കഴിക്കുള്ളൂ എന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞതാ. പിന്നെ അപ്പൊ വന്ന് കണ്ടു, എന്താ പറയാ, കണ്ട് സംസാരിച്ച് പിന്നെ ഇത് മതിന്ന് തന്നെ അങ്ങ് ആയിപ്പോയി. പിന്നീട് എല്ലാവർക്കും പിന്നെ ഇടയ്ക്ക് എപ്പോഴും കുറച്ച് പേര് സ്വന്തക്കാര് തന്നെ പറഞ്ഞു, ഇപ്പൊ അതിന്റെ ആവശ്യം എന്താ, ഇവർക്ക് ഇത്ര പ്രായമല്ലേ ആയിട്ടുള്ളൂ, ഇപ്പൊ ഇങ്ങനെ ഒരാളെ കൊണ്ട് കല്യാണം കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞങ്ങൾ സഹകരിക്കില്ല എന്ന് പറഞ്ഞു. കുറെ പേരങ്ങനെ ഞങ്ങളൊന്നും കൂടില്ല എന്ന് പറഞ്ഞു മാറാന്ന് പറഞ്ഞപ്പോ പിന്നെ എല്ലാവർക്കും വിഷമമായി. വീട്ടിൽ അച്ഛനൊക്കെ ആകെ വിഷമമായിട്ടും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് നടത്തണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് കല്യാണം വേണ്ടാന്ന് വെക്കാന്നുള്ള ഇത്. പക്ഷെ എനിക്ക് വിഷമമായിരുന്നു, കാരണം ദൈവഹിതം തിരിച്ചായിരുന്നു. അതെ, അതുകൊണ്ട് ആ വിവാഹം നടന്നു. ദിവ്യകാരുണ്യമേ സ്നേഹവാത്സല്യമേ ദിവ്യകൂദാശയായി എന്നിലലിയൂ. സ്നേഹവാത്സല്യമേ ആത്മസൗഭാഗ്യമേ പൂർണ്ണമായി ഇന്നേ നിന്റേതായി മാറ്റൂ. ദിവ്യകാരുണ്യമേ ഹൃത്തിനാനന്ദമേ ദിവ്യകൂദാശയായി ഇന്നിലലിയൂ. സ്നേഹവാത്സല്യമേ ആത്മസൗഭാഗ്യമേ പൂർണ്ണമായി ഇന്നേ നിന്റേതായി മാറ്റൂ. മഴയായി പൊഴിയൂ മനസ്സിൻ പൂവിൽ, സ്നേഹക്കുളിരായി നിറയും ഇന്നിൻ ഹൃത്തിൽ. നിത്യം ആരാധന സ്തുതിനാഥ, നിത്യം ആരാധന സ്തുതിനാഥ. ക്ലബ് ചീഫ് ട്രെയിനർ സജി വാളശ്ശേരി. സർ, വെള്ളം ഒന്ന് കണ്ടാൽ നീന്തി തുടിക്കാൻ എല്ലാവരും ആഗ്രഹിക്കും. താങ്കളാണെങ്കിൽ ഒത്തിരി പേരെ വളരെ വിദഗ്ധമായി നീന്തൽ ശീലിപ്പിച്ച ഒരു വ്യക്തിയാണ്. പക്ഷേ രാധാകൃഷ്ണൻ എന്ന് ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഒരു വ്യത്യസ്തതയുണ്ട്. എവിടുത്തെ കിട്ടി സർ ഇത്രയും ഒരു ചങ്കുറപ്പ്? 2010
മാർച്ച് 25-നാണ് ഇത് ആദ്യമായിട്ട് തുടങ്ങിയത്. എന്റെ 2 കുട്ടികളും പിന്നെ എന്റെ ഏറ്റവും അടുത്ത ഒരു കൂട്ടുകാരന്റെ 2 കുട്ടികളും, അങ്ങനെ 4 കുട്ടികൾ ചേർന്ന് ആണ് ഇത് 2010 നീന്തൽ പഠിപ്പിക്കാൻ തുടങ്ങിയത്. 2002 മുഹമ്മയിൽ ഒരു ബോട്ട് ദുരന്തം നടന്നു. വീണ്ടും 2007 ഉല്ലാസയാത്രയ്ക്ക് സ്കൂളിൽ നിന്ന് പോയ കുട്ടികൾ തട്ടക്കാട് ബോട്ട് ദുരന്തത്തിൽ മരിക്കാനിടവന്നു. കൂട്ടം മുങ്ങി മരണങ്ങളില് മനം നൊന്താണ് ഞാൻ കുട്ടികളെ സൗജന്യമായിട്ട് നീന്തൽ പഠിപ്പിക്കാൻ തയ്യാറായത്. ധാരാളം റെക്കോർഡ് ഹോൾഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്തൊരു വ്യക്തിയാണ് സജി സർ. എങ്ങനെയാണ് രാധാകൃഷ്ണൻ താങ്കളുടെ ശിഷ്യനായി മാറിയത്? കഴിഞ്ഞ 7 വർഷമായിട്ട് കുട്ടികളെ മാത്രമാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മുതിർന്നവരെ പഠിപ്പിക്കാൻ ഞാനും മാനസികമായിട്ട് തയ്യാറായില്ല. അതുകൊണ്ട് പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പൊ രാവിലെ 5:30 വന്നിരിക്കും, 9:30 വരെ ആളിരിക്കും 2 ദിവസം. അപ്പൊ 2 ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര പ്രയാസമായി. ഇത്രയും നീന്തൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ നീന്തൽ പഠിപ്പിക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ. അപ്പൊ 3-ാമത്തെ ദിവസം രാവിലെ ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, നീന്തൽ പഠിക്കാം, ഇറങ്ങിക്കോ. അങ്ങനെയായിരുന്നു തുടക്കം. ട്രെയിനിങ് ഒക്കെ എങ്ങനെയായിരുന്നു? ട്രെയിനിങ് ആദ്യകാലങ്ങളില് കുറച്ച് പ്രയാസമായിരുന്നു. ഒരു കൈ കൊണ്ട് മാത്രമുള്ള നീന്തല്, ഇടയ്ക്കിടയ്ക്ക് മുങ്ങിപ്പോകും ആള്. അപ്പൊ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ടായിരുന്നു. പിന്നെ വെള്ളമൊക്കെ ധാരാളം കുടിച്ചു. പക്ഷെ ആഗ്രഹം ഒരിക്കലും വിട്ടുപോയില്ല. 1.5 മണിക്കൂർ തുഴഞ്ഞ് 30 അടി ആഴത്തിൽ കടന്നാലാണ് ഞാൻ ക്രോസ് ചെയ്യിക്കുള്ളൂ. 1.5 മണിക്കൂർ 6 ദിവസം തുഴഞ്ഞ് കിടന്നതിന് ശേഷമാണ് നീന്തിയത്. ഞങ്ങള് ട്രെയിൽ അടിച്ചു. ശരി, ഈ നീന്തുമ്പോ ഡെഫിനറ്റ്ലി 2 കൈയും 2 കാലും വേണം. അത് ഈ ഒരു പുഴ കടക്കാനായിട്ട് ഒറ്റ കൈയും വെച്ച് സ്വിം ചെയ്ത് പോകാന്ന് പറഞ്ഞ ഒരു ചാലഞ്ചാണ്. ആദ്യമായി സ്വിമ്മിംഗ് പഠിച്ചൊരു വ്യക്തി. ഇനി രാധാകൃഷ്ണൻ വിചാരിച്ചു കഴിഞ്ഞാൽ 9 കിലോമീറ്റർ വേമ്പനാട്ട് കായൽ വരെ നീന്താൻ സാധിക്കും രാധാകൃഷ്ണനെ കൊണ്ട്. ഞാനൊരു നിമിത്തമായിരുന്നു മാത്രമേ ഉള്ളൂ. മനക്കരുത്തുള്ളവർക്ക് എന്തും സാധിക്കും. ഇപ്പൊ രാധാകൃഷ്ണനെ പോലെയുള്ളവർക്ക് 2 കൈയില്ലെങ്കിലും നീന്തി കിടക്കാൻ പറ്റും. അത്ര മനസാന്നിധ്യമുള്ള ആളാണ്. അടുത്ത പടി എന്താണ്? മൊത്തം കുട്ടികളെയും വലിയ ആളുകളെയും നീന്തൽ പഠിപ്പിച്ച് ഒരാള് പോലും വെള്ളത്തിൽ പോയാൽ മുങ്ങി മരിക്കാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കുക. അത് തന്നെയാണ് എന്റെ ലക്ഷ്യം. സാറ് വന്നു കഴിഞ്ഞാൽ സാറിന് ഒരു കുറവും പറ്റില്ല. സാറേ, ആരാ വരുന്നത്? മോഹൻലാലാണ്? അല്ല അമ്മാവാ, ഇത് വേറെ ലാലാ. ലാൽ ജോസ് വലിയ സംവിധായകനാ. വേണേ ചാൻസ് ചോദിച്ചോ. ഇനി വൈകിക്കണോ? നമുക്ക് തുടങ്ങിക്കൂടെ? ഇപ്പൊ തുടങ്ങാം സാർ. നമ്മുടെ ചീഫ് ഗസ്റ്റ് കൂടെ ഒന്ന് വന്നോട്ടെ. ചീഫ് ഗസ്റ്റ്? അപ്പൊ പിന്നെ സാറ് ഗസ്റ്റ്. ആലുവ തഹസിൽദാർ ആൻഡ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ശ്രീമതി KT സന്ധ്യാദേവി മാം, ഈ കഴിഞ്ഞ ലോക ജലദിനത്തിൽ ആലൂർ താലൂക്ക് ഓഫീസിലെ ഒരു സീനിയർ ക്ലർക്ക് ഒരു സാഹസത്തിന് മുതിർന്നു. മാം ആണ് അത് ഫ്ലാഗ് ഓഫ് ചെയ്തത്. രാധാകൃഷ്ണൻ എന്ന് ജന്മനാ തന്നെ വലതുകരം പാരലൈസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് പെരിയാർ പോലത്തെ ഒരു നദി കടക്കാൻ തുനിഞ്ഞത്. അതിന് മാമിന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു. എവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വെള്ളം കാണുമ്പോൾ ബാക്കപ്പ് ചെയ്യുന്ന ആളുകളാണ് മിക്കവാറും നമ്മുടെ കേരളീയർ. അപ്പൊ ഇതേപോലെയുള്ള ഒരു സിറ്റുവേഷനിൽ ഒരുപാട് മുങ്ങിമരണങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നടന്നുകൊണ്ട് കൊച്ചു കുട്ടികൾ വരെയും അപകടത്തിലേക്ക് എത്തിപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ രാധാകൃഷ്ണൻ അങ്ങനെ ഒരു പ്രചോദനം ഉണ്ടായത് അത് വളരെ സന്തോഷമാണ്. ഞങ്ങളുടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് മുഴുവനും അഭിമാനമാണ്, സന്തോഷമാണ്. ഈ ഒരു വലിയ ഫംഗ്ഷൻ വിറ്റ്നസ് ചെയ്യാൻ മാമിന്റെ കൂടെ മറ്റ് ഒത്തിരി പേര് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇവിടെയുള്ള മുഴുവൻ സ്റ്റാഫ് എന്ന് പറയാം, എല്ലാവരും 7:30 മണി 7:45 ആയപ്പോഴത്തേക്കും രാധാകൃഷ്ണന്റെ ഈ ഒരു ചടങ്ങിന് തുടക്കം കുറിക്കാൻ എത്തിയത്. രാധാകൃഷ്ണൻ എന്നൊരു കലീഗ് നാം വളരെ അടുത്ത് അറിയാവുന്ന ഒരു വ്യക്തി തന്നെയായിരിക്കാം. മാത്രമല്ല രാധാകൃഷ്ണൻ ഭയങ്കര ആക്റ്റീവ് ആണ്. ഇവിടുത്തെ സ്റ്റാഫ് കൗൺസിലിന്റെ സെക്രട്ടറിയും കൂടെയാണ്. എങ്ങനെയാണ് രാധാകൃഷ്ണൻ എന്ന ആ ഒരു കോ വർക്കർ? രാധാകൃഷ്ണൻ ഇങ്ങനെ ഒരു കുറവ് ഉണ്ട് എന്നുള്ളത് ഒരാൾക്കും അറിയാൻ കഴിയാറില്ല. മറ്റുള്ള എല്ലാ സ്റ്റാഫിനേക്കാളിലും ഏറ്റവും മുന്നിൽ രാധാകൃഷ്ണനായിരിക്കും എന്ത് കാര്യത്തിനും, എന്തിനും. അപകടമാണെങ്കിലും ആളുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലും സഹായിക്കാനും എല്ലാത്തിനും രാധാകൃഷ്ണനാണ് ഏറ്റവും മുമ്പിൽ. യുദ്ധം കഴിഞ്ഞു പടക്കളം മുറിവെച്ച് യോദ്ധാക്കളാലെ നിറഞ്ഞു ദീനസ്വരങ്ങൾ വിലാപങ്ങൾ മൃത്യുവിൻ തേരോട്ടമാകെ നിലച്ചു നരകവും മൂളലും നിന്നു. ഒരു ചുടുനെടുവീർപ്പു വിട്ടപ്പോൾ
തെന്നലാമരണം വിളഞ്ഞ മണ്ണിൽ തെല്ലു നിന്നുപോയി ഒരു തരിത്തിരശീല നീർത്തി ഒരു തേങ്ങലാൽ നിശ വന്നു പദനോപുര ധ്വനികളില്ലാതെ മൂകമാം നിശബ്ദതയ്ക്കെന്തു മൗനം. ആലുവ താലൂക്ക് ഓഫീസ് അഡീഷണൽ തഹസിൽദാർ മിസ് ലൈലാമ്മ ഇബ്രാഹിം മാം, ഒരു 10 വർഷത്തിന്റെ പരിചയമുണ്ട് രാധാകൃഷ്ണൻ എന്ന കലീഗുമായിട്ട്. ഇദ്ദേഹം ഇപ്പോൾ ഒരു വലിയൊരു നേട്ടം കൈവരിച്ചിരിക്കുകയാണ്. എന്ത് കരുതുന്നു? ശരിക്കും ഒരു നല്ലൊരു നേട്ടമാണത്. പ്രത്യേകിച്ച് രാധാകൃഷ്ണനെ സംബന്ധിച്ചോളം ഒരു കൈയുടെ സ്വാധീനക്കുറവുണ്ട്, എന്നിട്ടും ഇത്ര വലിയൊരു നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞു. അത് രാധാകൃഷ്ണന്റെ നിശ്ചയദാർഢ്യത്തോടെയുള്ള ഒരു പ്രവർത്തനം കൊണ്ടാണ്. എങ്ങനെയും ഇത് നീന്തൽ സ്വായത്തമാക്കണമെന്നുള്ള ആഗ്രഹത്തോടെ പഠിച്ചതുകൊണ്ടാണ് നീന്തൽ ഇത്രയും പെട്ടെന്ന് പഠിക്കാനായതും ഇങ്ങനെയൊരു നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത്. മനുഷ്യത്വ വേറെയുള്ള ഒരു വ്യക്തിയാണ് താങ്കൾ. ഒരു 6.5 കൊല്ലം താങ്കൾ ഡെയിലി വേജസിന് വർക്ക് ചെയ്തു അങ്കമാലി മുനിസിപ്പാലിറ്റിയിൽ. അതിനുശേഷം 2007 LD ക്ലർക്കായിട്ട് താങ്കൾ സേവനം അനുഷ്ഠിച്ചു തുടങ്ങിയത്. ജീവിതത്തിന്റെ ഈ ഏടുകൾ മാത്രം തുന്നിച്ചേർത്ത് താങ്കൾക്ക് ജീവിക്കാമായിരുന്നു. പക്ഷേ കാലം കരുതി വെച്ചത് നല്ലൊരു ശമരിയാക്കാരനായി ജീവിക്കാനാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ അത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കരുതുകയാണ്. എന്റെ ഇത്രയും 51ാമത്തെ വയസ്സിനിടയിൽ ഒരു 30ഓളം ആളുകൾക്ക് രക്തം ദാനം ചെയ്യാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അവിടെ ചെലവുകളിൽ നിന്ന് നമ്മൾ കുറച്ച് പൈസ ചുരുക്കിയിട്ട് ഞങ്ങളുടെ കൗൺസിലിൽ ഇങ്ങനെ ഇത് അവതരിപ്പിച്ചപ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തോടെയാണ് അത് സ്വീകരിച്ചത്. അതിനകത്ത് ചെയ്ത പ്രവൃത്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസർ ബാധിതരായ ഒരു 2 കുടുംബത്തിൽ കൊണ്ടുപോയിട്ട് ഈ ഓണാഘോഷം ഞങ്ങൾ ഏകദേശം കുറച്ച് പൈസ എന്നുവെച്ചാൽ എല്ലാവർക്കും ഒരു വളരെ ഇതായിട്ട് കരുതണ ആ വീടുകളിൽ കൊണ്ടുപോയിട്ട് കൃത്യസമയത്ത് കൊടുക്കാൻ കഴിഞ്ഞു. കൃഷിയോട് അങ്ങ് ഭയങ്കര സ്നേഹം എന്നല്ല, എന്നാലും നമ്മൾ വെറുതെ ഇരുന്ന് നമ്മുടെ സമയം പാഴാക്കരുത്. നമുക്ക് ബാക്കി ഇനിയുള്ള സമയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഒരു 170ഓളം ഏത്തവാഴ ആണ് ഇപ്പോൾ വച്ചിട്ടുള്ളത്. ഒരു വാശി എന്ന് വേണമെങ്കിൽ പറയാം ആയിരുന്നു ഡ്രൈവ് ചെയ്യണം എന്നുള്ളത്. അതും നമ്മൾ ഫിസിക്കലി ചാലഞ്ച് ആവുമ്പോൾ നമുക്ക് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്, കോൺസ്ട്രെയിൻസ് ഉണ്ട്. ഇതെങ്ങനെ ഒപ്പിച്ച്? ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് അൾക്കാർക്ക് നമ്മൾ മൊത്തത്തിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം. കൂടാതെ ഇങ്ങനെയുള്ളവർക്ക് നമുക്ക് നമ്മളുടെ ഡിസേബിലിറ്റി ഉണ്ടെങ്കിലും നമുക്ക് ഡ്രൈവിംഗ് ചെയ്യാന്നുള്ള അപ്രൂവല് ഇപ്പം മെഡിക്കൽ ബോർഡിൽ നമുക്ക് കിട്ടണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ മെഡിക്കൽ ബോർഡിനെ സമീപിച്ചു. അവരുടെ മുൻപിൽ വണ്ടി ഓടിച്ച് കാണിച്ചു കൊടുത്തു. അപ്പൊ അവരത് എക്സാമിൻ ചെയ്ത് കൈയുടെ ശേഷിയൊക്കെ നോക്കിയിട്ട് അവർ അപ്രൂവ് ചെയ്തു. ഇയാൾക്ക് 40% ഡിസേബിലിറ്റി ഉണ്ട്, പക്ഷെ ഇയാൾക്ക് വണ്ടി ഓടിക്കാൻ കഴിയും എന്നുള്ളൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഞാൻ ചെന്നു, ഫീസ് അടച്ചു. ടെസ്റ്റ് നടക്കുന്ന ഗ്രൗണ്ടിൽ എന്ന് വെച്ചിട്ട് പുള്ളി അന്ന് ഇരുന്ന RTO, ശരിക്കും ജോയിന്റ് RTO വളരെ മോശമായ രീതിയിൽ എന്നോട് പറഞ്ഞു. വെച്ചാൽ ഒരു സാധാരണ ആൾക്കാർക്ക് കൈയും കാലും ഇല്ലാത്തവരാണ് വണ്ടി ഓടിക്കാൻ വന്നേക്കണേ ഒക്കെ പറഞ്ഞു. പക്ഷെ അതൊക്കെ കേട്ടപ്പോ അവിടെ കൂടി നിന്നവർക്കൊക്കെ ഭയങ്കര വിഷമമെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വിഷമമല്ല, നമുക്കിത് നേടണം എന്നുള്ള ഒരു ഇതായിരുന്നു. അനന്തകൃഷ്ണൻ, അനന്തു, അച്ഛൻ ഒരു ധീരസാഹസമാണ് കാണിച്ചിരിക്കുന്നത്. ഈ ഒരു കൈയും കൊണ്ട് 30 അടി താഴ്ചയുള്ള പെരിയാർ എന്ന പുഴ, ധാരാളം അപകടങ്ങൾ നടക്കുന്ന ആ പുഴയാണ് അച്ഛൻ കടന്നത്. അച്ഛൻ ട്രെയിനിങ്ങിന് പോണതിന് മുമ്പ് തന്നെ അവിടെ പറഞ്ഞിരുന്നു, ഇങ്ങനെ അവിടെ അപകടങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ തന്നെ അവിടെ കുറെ കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോ അച്ഛന് ഒന്നും നടക്കില്ല എന്ന് ഉറപ്പായിരുന്നു. 51 വയസ്സൊക്കെ അച്ഛന്റെ ചെറുപ്പകാലം തന്നെയാണ്. ആതിര, അച്ഛൻ ഇന്ന് ബിസിയാണ്. അച്ഛൻ ഒത്തിരി റോൾസ് ഉണ്ട് പ്ലേ ചെയ്യാൻ. ഒരു സീനിയർ ക്ലർക്കായിട്ട്, സോഷ്യൽ സർവീസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട്, ഒരു ആക്ടിവിസ്റ്റ് ആയിട്ട്, ഫാദറായിട്ട്, ഇഷ്ടംപോലെ റോൾസ്. ഈ റോളുകളിലെല്ലാം അച്ഛനിങ്ങനെ വ്യാപൃതനായി സക്സസ്ഫുള്ളി മുമ്പോട്ട് പോകുമ്പോൾ ആ റോളിൽ നിങ്ങൾക്കുള്ള റോൾ എന്താണ്? നിങ്ങൾ പലപ്പോഴും അച്ഛനിൽ നിന്ന് ഒത്തിരി ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ടാകാം. അച്ഛന്റെ മിക്ക ആക്ടിവിറ്റീസും ഞങ്ങൾക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. അപ്പൊ അച്ഛനെ പോലെ തന്നെ സൊസൈറ്റിക്ക് എന്തെങ്കിലും ചെയ്യുക, നല്ല റെസ്പോൺസിബിൾ പേഴ്സൺ ആവുക, അങ്ങനെയൊക്കെയുള്ള ഒരു ഇൻസ്പയറിംഗ് കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഇപ്പൊ എന്തെങ്കിലും കോമ്പറ്റീഷനിൽ പങ്കെടുക്കുകയാണെങ്കിൽ തന്നെ അച്ഛൻ പറയും നേടിയെടുക്കണം, പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ അച്ഛൻ എപ്പോഴും പുറകെ ഒരു അമ്മേനെ പോലെ തന്നെ ഒരു പുഷ് തരാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഇൻസ്പയറിംഗ് ആവും. അതെങ്ങനെ നേടിയെടുക്കണം എന്നുള്ളൊരു സ്വന്തം മനസ്സിലങ്ങനെ തോന്നുകയൊക്കെ ചെയ്ത് പറ്റിയിട്ടുണ്ട്. കാൽവരി കുന്നിലെ കാരുണ്യമേ കാവൽ വിളക്കാവുക, കൂരിരുൾ പാതയിൽ മാനവർക്കെന്നും നീ ദീപം കൊളുത്തിയിടുക.
അകം തെളിച്ചിടുക. കാൽവരി കുന്നിലെ കാരുണ്യമേ കാവൽ വിളക്കാവുക. കൂരിരുൾ പാതയിൽ മാനവർക്കെന്നും നീ ദീപം കൊളുത്തിയിടുക. കാൽവരി കുന്നിലെ കാരുണ്യമേ. ചിലരങ്ങനെയാണ്. തങ്ങളുടെ ജീവിതം എരിഞ്ഞു തീരുമ്പോഴും അവസാന നാളത്തിലെ ഒരു തിരി തീനാമ്പ് പോലെ തെളിയണം. അതിന്റെ പ്രകാശം മറ്റുള്ളവർ കാണണം. ശ്രീ രാധാകൃഷ്ണൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നതും അതുതന്നെയല്ലേ? ഒന്നോർത്താൽ അതുതന്നെയല്ലേ ശരി? ഞാൻ എന്ന് വിലപിക്കുന്നിടത്ത് ആ മനുഷ്യന്റെ പുഞ്ചിരി കാണാൻ നമുക്കും ഒരുങ്ങിക്കൂടെ? നമ്മൾ ഇനിയും കണ്ടുമുട്ടും അടുത്ത ആഴ്ച അടുത്ത അതിഥിയുമായി കനൽ വഴികളും. ചൂടിയ മുൾക്കിരീടം എന്നും ജീവന്റെ ഹൃദയ വീതിയിൽ സാന്ത്വനമായി പുഷ്പകിരീടം.